ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ മാജിക് മൂൺ ടാറ്റ് റീഡിംഗ് ബൈ അമ്മു. സൂൺ നമ്മൾ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴും പറഞ്ഞ പോലെ ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്യുന്ന മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ബേസ് ചെയ്ത് ഒരാളും ആക്ഷൻ എടുക്കാൻ നിൽക്കരുത്. നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ദ കറണ്ട് തോട്ട് ഓഫ് യുവർ പേഴ്സൺ എന്താണ്? വി ഹാവ് ദി എംപ്രസ് കാർഡ്. വ്യക്തിയുടെ മൈൻഡിൽ മിസ്സിങ് ഉണ്ടാവുകയാണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ കെയർ ചെയ്ത പോലെ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ വേറൊരാളും കെയർ ചെയ്തിട്ടില്ല എന്നുള്ള തിരിച്ചറിവൊക്കെ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും കാണിക്കണം, നിങ്ങളുടെ മുന്നിൽ അത് പ്രകടിപ്പിക്കണം എന്നുള്ള രീതിയിലൊക്കെ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. കാരണം എന്ന് പറയുന്നത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു രീതിയിലുള്ള എനർജിയാണ് വ്യക്തിയുടെ ഒരു ലൈഫിൽ ഇപ്പോൾ ഈ ഒരു ടൈമിൽ പോകുന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇവിടെ നല്ലോണം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ ഒരു വ്യക്തി എങ്ങനെയാണോ പരിഗണിച്ചത് ആ ഒരു രീതിയിലുള്ള ഒരു മിസ്സിങ് എനർജിയൊക്കെ വ്യക്തിയുടെ ലൈഫിലുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ മനഃപൂർവ്വം ഒരു സിറ്റുവേഷൻ നിന്ന് മാറി നിൽക്കുന്നതായിട്ടുള്ള എനർജിയിലേക്കാണ് കാണിക്കുന്നത്. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഓക്കെ, the nine of wands. Okay, the king of sword. ബോട്ടം ഓഫ് ദ ഡെക്ക് എന്ന് പറയുന്നത് 3 ഓഫ് sword ആണ്. അപ്പോൾ ഇവിടെ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഒരു ബൗണ്ടറി വെച്ചിട്ട് വ്യക്തി നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളോടുള്ള ഒരു ഇമോഷണൽ അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെൻറ്റിൻ്റെ പേരിൽ വ്യക്തി നിങ്ങളുടെ അടുക്ക വരണം എന്ന് ആഗ്രഹിക്കുമ്പോഴും അല്ലെങ്കിൽ വ്യക്തി സ്വയം നിയന്ത്രിക്കുന്ന രീതിയിലുള്ള ഒരു എനർജിയാണ്. കാരണം എന്ന് പറയുന്നത് ഇവിടെ കാണിക്കുന്നത് ഒരു ബൗണ്ടറി വെച്ച് പെരുമാറുന്ന ഒരു രീതിയിലാണ്. അതായത് വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ തോന്നിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടും അത് ഗീവപ്പ് ചെയ്യാനുള്ള തയ്യാറെടുപ്പൊന്നുമല്ല. ഒരിക്കലും അത് വിട്ടു തരുമോ അങ്ങനെയൊന്നുമില്ല, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ലെറ്റ് ഗോ ചെയ്തു പോവുക അങ്ങനെയുള്ള രീതിയിലല്ല. ഇപ്പോഴൊരു ബ്രേക്ക് എടുക്കണം എന്നുള്ള രീതിയിലൊക്കെ വ്യക്തി ചിന്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് ഡ്രാമയുണ്ട്, ഒരുപാട് കള്ളങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു സിറ്റുവേഷനിൽ വ്യക്തിക്കറിയാം നിങ്ങൾ പണ്ടത്തെ ഒരു എനർജിയിൽ നിന്നും ഒരുപാട് മാറിയിട്ടുണ്ട്. എല്ലാം ഒന്ന് മാറി നിൽക്കുന്ന ഒരു എനർജിയാണ്. വീണ്ടും വീണ്ടും അങ്ങോട്ട് പോയി അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളൊന്ന് മൂവ് ഓൺ ചെയ്യുക, ഹീലാവുക അങ്ങനെയുള്ള സമയത്തായിരിക്കാം ചിലപ്പം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കും അല്ലെങ്കിൽ ഒരു ചാൻസ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഹീലിംഗ് പകുതി വെച്ച് നിന്ന് പോയിട്ടുണ്ടാകാം. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു വ്യക്തിക്ക് അറിയാം ഈ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം എന്നുള്ളത്. അല്ലെങ്കിൽ വീണ്ടും അങ്ങോട്ട് നിങ്ങളുടെ ഭാഗത്ത് തന്നെ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് 3 ഓഫ് sword എന്ന് പറയുന്നത് ഒരു ബ്രേക്കിംഗ് സിറ്റുവേഷൻ, ഒരു ഹെഡ് ബ്രേക്ക് തോന്നിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു വ്യക്തിക്കായിട്ടൊരു കുറ്റബോധം കൈൻഡ് ഓഫ് എനർജിയൊക്കെയാണ് കാണിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് കള്ളം പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫീലിങ്സ് വെച്ച് കളിച്ചിട്ടുണ്ട്, ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ടാകാം. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ വ്യക്തി ആഗ്രഹിച്ച പോലുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് തന്നിട്ടില്ലെങ്കിൽ ഇതിപ്പോൾ ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്ന ഒരു ഡയറക്ഷനിലാണെങ്കിൽ ഈ ഒരു വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു എഫേർട്ട് എടുത്ത് വരുമ്പോൾ അത് വേറൊരു രീതിയിലേക്ക് മാറിപ്പോകുന്നത് പോലെയൊക്കെ വ്യക്തിക്ക് തോന്നുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാം മാറി വരും, സമയമെടുക്കും എന്നുള്ള കൈൻഡ് ഓഫ് എനർജിയിലാണ് വ്യക്തി നിൽക്കുന്നത്. അതിന് വളരെ ക്ഷമയോടെ കാത്തിക്കുന്ന ഒരു എനർജിയാണ്. മാത്രം നോക്കിക്കണ്ട് മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരുന്നെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു ജെന്യൂനിറ്റി ആയിട്ടാണോ വന്നത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ തോന്നിപ്പോയിട്ടുണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും ഒരു ചാൻസും കൂടി കൊടുത്താൽ ഈ ഒരു വ്യക്തി പഴയ ഒരു സൈക്കിൾ റിപ്പീറ്റ് ചെയ്യില്ല അല്ലെങ്കിൽ തെറ്റൊക്കെ മനസ്സിലാക്കി വരികയാണെന്നുള്ളത്. പക്ഷെ വ്യക്തി എന്ന് പറയുന്നത് ആ ഒരു മൊമെൻറ്റിൽ വ്യക്തിക്ക് തോന്നിയതിൻ്റെ ഒരു എടുത്തുചാട്ടത്തിൽ വന്നതായിരിക്കാം. ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട് എന്നുള്ള തോട്ടൊക്കെയാണ് കാണിക്കുന്നത്. അതായത് ഈ സൈക്കിൾ ഒരുപാട് പേരെ സംബന്ധിച്ച് തുടങ്ങുക അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റിലേക്ക് പോവുക ആ ഒരു രീതിയിലൊക്കെ തന്നെ കാണിക്കുന്നതായിട്ടാണ് പറയുന്നത്. ചിലപ്പം ഇതിങ്ങനെയും നമുക്ക് വായിച്ചെടുക്കാം. നിങ്ങൾ രണ്ടിലൊരാൾ നല്ല രീതിയിൽ ബൗണ്ടറി വെച്ച് അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുന്ന എനർജിയിലായിരിക്കാം. അപ്പോൾ അതൊക്കെ മാറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി വരണം എന്നുള്ള രീതിയിൽ വ്യക്തി ആഗ്രഹിക്കുന്നതുമാകാം. പക്ഷേ ഇപ്പോൾ ഒരു ടൈം പീരീഡാണ് കാണിക്കുന്നത്. ഒരു ലാഗിങ് ഒക്കെ പലരുടെയും ലൈഫിൽ കാണിക്കുന്നുണ്ടാകാം ഈ ഒരു പേഴ്സണിൻ്റെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത്. ഓക്കെ, നമുക്ക് നോക്കാം ഈ ഒരു പേഴ്സൻ്റെ തോട്ട് നിങ്ങളെക്കുറിച്ച് എന്താണെന്നുള്ളത്. വാട്ട്സ് എ കറണ്ട് തോട്ട്? 8 ഓഫ് sword. ബോട്ടം ഓഫ് ദ ഡെക്ക് എന്ന് പറയുന്നത് ദ 4 ഓഫ് പെൻഡക്കിൾ ആണ്.
ചിലപ്പോഴൊക്കെ ഈ റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇടേണ്ടതായിട്ടുള്ള കാര്യം ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഒരുപാട് എഫേർട്ടൊന്നും ഈ ഒരു സിറ്റുവേഷനിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ടൈമിലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു സ്പിരിച്വൽ പാത്തിലേക്ക് വന്നത് എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പം നിങ്ങളൊരു ടാരറ്റ് റീഡേഴ്സിനെയോ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ മെൻറ്റേഴ്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടാകാം. അതിലൊക്കെ നിങ്ങൾ വളരെയധികം യൂണിവേഴ്സലിനോട് ഹെൽപ്പായിട്ട് അല്ലെങ്കിൽ താങ്ക്ഫുള്ളായിട്ട് നിൽക്കുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. എല്ലാവർക്കും അത് ഒരു സ്പിരിച്വൽ ഗുരു എന്നുള്ളതിനേക്കാൾ കൂടുതൽ ചിലവർക്ക് നിങ്ങൾ അത്രയും ട്രസ്റ്റ്ഫുള്ളായിട്ടുള്ള ഏതെങ്കിലും ഒരു പേഴ്സണും ആകാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വ്യക്തിയുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പുതിയ ഒരു തുടക്കം തുടങ്ങി വരേണ്ടതായിട്ടുണ്ട്. പക്ഷേ അവിടെയാണ് ഇവിടെ ഒരുപാട് തടസ്സങ്ങളായിട്ട് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നത്. ഇത് 6 ഓഫ് സൂട്സ് 8 ഓഫ് സൂഡ് എന്നൊക്കെ പറയുന്നത് ഒരു നെഗറ്റീവ് എനർജി, ഒരു ബ്ലാക്ക് എനർജി, അതുപോലെ തന്നെ ഒരുപാട് തെറ്റിദ്ധാരണകൾ, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉള്ളതായിട്ടുള്ള രീതിയിലാണ് കാണിക്കുന്നത്. പക്ഷേ എന്ത് തന്നെ ഒരു കാംഫുള്ളായിട്ടുള്ള ഒരു വളരെയധികം സമാധാനപൂർവ്വമുള്ള ലൈഫിലേക്ക് ഈ ഒരു വ്യക്തി പോകണം എന്ന് ആഗ്രഹിക്കുമ്പോഴും അവിടെ ഒക്കെ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ വ്യക്തി അട്രാക്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷനാണ് വ്യക്തി കടന്നു പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്നും മോചനം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ആക്ച്വലി ഇപ്പോൾ ഈ ഒരു സമയത്ത് ആ ഒരു വ്യക്തി വളരെയധികം കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് പോകുന്ന വഴിയിലൊക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എഫേർട്ട് എടുക്കണം എന്നൊക്കെ തോന്നുന്ന സമയത്തൊക്കെ വ്യക്തിയുടെ മൈൻഡൊക്കെ ഡീവിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാര്യമോ ഒരു സന്ദർഭമോ ഒരു സിറ്റുവേഷനോ ചിലപ്പോൾ ആ ഒരു വ്യക്തിയുടെ തോട്ട് തന്നെ ആവാനും ചാൻസ് ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം വാട്ട് ദേ തിങ്സ് അബൌട്ട് യു. നന്നായിട്ട് പക്ഷേ ഇവിടെ ഒരുപാട് പാഷൻ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം ഒരു നെവർ എൻഡിങ് സ്റ്റോറി പോലെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരണം എന്നുള്ള രീതിയിലൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് കൊടുത്ത ആ ഒരു ട്രസ്റ്റ് എന്നൊക്കെ പറയുന്നില്ലേ, അതൊക്കെ വ്യക്തി മിസ് ചെയ്യുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. കാരണം ഒരു ടൈമിൽ നിങ്ങൾ അത്രയും അല്ലെങ്കിൽ എഫേർട്ട് എടുത്ത് ഈ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് വ്യക്തി ഓർക്കുന്നതായിട്ടൊക്കെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് തക്കതായിട്ടുള്ള ഒരു എനർജി വ്യക്തിയുടെ ലൈഫിലുള്ള ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കൂടിയാണ് വ്യക്തി കടന്നു പോകുന്നത് എന്നുള്ള രീതിയിൽ നമുക്കിവിടെ പറയാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ക്യൂൺ ഓഫ് പെൻഡക്കിൾ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഒരു ഫീമെയിൽ ക്യാരക്ടർ, ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നിങ്ങൾ ഒരു ഫീമെയിൽ ആണെങ്കിൽ നിങ്ങൾ എല്ലാത്തിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രോത്തിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഫീമെയിലാണ് അല്ലെങ്കിൽ നിങ്ങൾ മെയിലാണെങ്കിൽ നിങ്ങളുടെ സ്ത്രീ ക്യാരക്ടർ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫീമെയിൽ ഒരു മുറുകെ പിടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലൊക്കെ കാണിക്കുന്നുണ്ട്. ഇമോഷണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് പ്രാക്ടിക്കലായിട്ട് അവരുടേതായിട്ടുള്ള ഗ്രോത്തിന് വേണ്ടി ഒരു ബെനിഫിറ്റിന് വേണ്ടി മൂവ് ഓൺ ചെയ്യുന്ന രീതിയിലുള്ള ഒരു എനർജിയിലൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ എന്തുകൊണ്ടോ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അതിന് വേണ്ടി ഒരു കമ്മിറ്റ്മെൻറ്റോ അല്ലെങ്കിൽ എഫേർട്ട് എടുക്കണമെന്ന് ആലോചിക്കുന്ന സമയത്ത് വ്യക്തിക്ക് ഒരു രണ്ടാമതൊരു ചിന്തിക്കേണ്ടതായിട്ടുള്ള അവസ്ഥയുള്ളതായിട്ടാണ് ഇവിടെ കൂടുതലായിട്ട് കാണിക്കുന്നത്. കാരണം ഇവിടെ സെൽഫിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ഈ ഒരു സിറ്റുവേഷനിൽ ഉണ്ടായിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം നിങ്ങളൊരു നോ കോണ്ടാക്റ്റ് പോലെ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകുന്നുണ്ടാവും. അതുപോലെ തന്നെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു തീരുമാനം ഫ്യൂച്ചറിൽ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഇപ്പോഴുള്ള ടൈമിൽ വ്യക്തി എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുന്നതായിട്ടുള്ള ഒരു എനർജിയിലേക്കാണ് കാണിക്കുന്നത്. ഇവിടെ എന്തുകൊണ്ട് പാഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ പാഷൻ ഉണ്ട്, മിസ്സിങ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ മിസ്സിങ് എനർജി ഉണ്ട്. പക്ഷെ ഒരിക്കലും ആ ഒരു വ്യക്തിയുടെ ഫീലിങ്സ് ഹേർട്ട് ചെയ്ത് വേറൊരു സിറ്റുവേഷനിൽ പോകുന്നുണ്ടാവില്ല. അതായത് ഒരു സെൽഫിഷ്നെസ് നേച്ചർ തന്നെയാണ് നമുക്കിവിടെ പറയാൻ വേണ്ടി പറ്റുന്നത്. ഇനി ഫ്യൂച്ചറിൽ വ്യക്തി എന്തെങ്കിലും കമ്മിറ്റ്മെൻറ്റ് തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. യൂണിവേഴ്സൽ പ്ലീസ് ഗൈഡ് മീ. ദ ചാരിയറ്റ്. ഓക്കെ, ദ ബോട്ടം ഓഫ് ദ ഡെക്ക് എന്ന് പറയുന്നത് 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇനി ഈ ഒരു വ്യക്തി എത്ര തന്നെ മൂവ് ഓൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞാലും ആ ഒരു കംപ്ലീറ്റ് കമ്മിറ്റ്മെൻ്റ് ഒന്നും ചിലപ്പോഴൊക്കെ ഈ ഒരു സിറ്റുവേഷനിൽ പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. പക്ഷെ ഒരു ചേഞ്ചസ് എന്നുള്ള രീതിയിൽ പഴയ സംബന്ധിച്ച് മാറി വരാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു വ്യക്തി ഡബിൾ മൈൻഡിലായിട്ടാണ് വരുന്നതെങ്കിൽ ഓണ് ഓഫ് ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത അവസ്ഥ ഇതിലൂടെ തന്നെ പോകേണ്ടി വരും. നേരെ മറിച്ച് ഈ ഒരു വ്യക്തിയായിട്ട് എനിക്ക് ആ ഒരു സെക്കൻഡ് ഡയറക്ഷനിലേക്ക് പോകണ്ട, ഈ ഒരു ദ ചാരിയറ്റ് എനർജി പോലെ വേറൊരു എനർജിയിലേക്ക് പോകണ്ട, ഈ ഒരു ഡയറക്ഷനിലേക്ക് തന്നെ പോകാം, ഈ ഒരു ദിശയിലേക്ക് തന്നെ പോകാം എന്നാണെങ്കിൽ ഇതൊരു നല്ല ഹാപ്പിനെസ് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് ഒറ്റ
ഒറ്റക്ക് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ വ്യക്തിക്ക് എന്താണോ വേണ്ടതെന്ന് അറിയാൻ വേണ്ടി ഒറ്റക്ക് തീരുമാനം എടുക്കേണ്ടതായിട്ടുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു ക്ലാരിറ്റി എടുത്ത് ഒരു ഡിസിഷൻ എടുത്ത് നിങ്ങൾക്ക് വേണ്ടി കമ്മിറ്റ്മെൻ്റ് ആയിട്ട് മുന്നോട്ട് വരണം എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്. നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കാൻ. ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത റീഡിങ് കാണുന്നവരെ ബൈ.